പ്രവീൺ നെട്ടാരു വധക്കേസിലെ പ്രതിക്ക് കൊച്ചിയിൽ ഒളിത്താവളമൊരുക്കിയത് PFI കേന്ദ്രങ്ങൾ. ദക്ഷിണ ഭാരതത്തിൽ കൊലപാതകമടക്കം വിവിധ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന ഭീകരവാദികൾക്ക് തണലൊരുക്കുന്നത് PFI ഭീകര ഗ്രൂപ്പുകളാണ്. പ്രവീൺ നെട്ടാരു വധക്കേസിൽ മുഖ്യപ്രതി അബ്ദുൾ നാസർ, അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് എന്നിവർക്ക് വർഷങ്ങളോളം സുരക്ഷിത ഒളിത്താവളങ്ങൾ ലഭിച്ചിരുന്നു. നിരോധിത ഭീകര സംഘടന PFIയുടെ ശക്തികേന്ദ്രങ്ങളിൽ മാറി മാറി കഴിയുന്ന ഭീകരവാദികൾക്കായി വലിയ തോതിൽ ഫണ്ടും എത്തിക്കുന്നുണ്ട്. കൈവെട്ടി കേസിൽ PFI ഭീകരവാദി സവാദിന് തമിഴ്നാട്ടിലും കേരളത്തിലും ഒളിവിൽ കഴിയാൻ PFI ഗ്രൂപ്പുകളുടെ സഹായം ലഭിച്ചിരുന്നു. കണ്ണൂരിലും ഡിണ്ടിഗലിലും ഒളിത്താവളങ്ങളിൽ ലഭിച്ചിരുന്നു. നിരോധനത്തിന് ശേഷവും PFI പ്രവർത്തനങ്ങൾ സജീവമാകുന്നതായി IB റിപ്പോർട്ട് ചെയ്തതാണ്. പ്രവാചക നിന്ന് ആരോപിച്ച് 2010 ജൂലൈ 4-ന് അധ്യാപകൻ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ ശേഷം ഒളിവിൽ പോയ സവാദിന് വർഷങ്ങളോളം സുരക്ഷിത ഒളിത്താവളം ലഭിച്ചിരുന്നു. ബെല്ലാരിയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകത്തിന് ശേഷം കടന്നുകളഞ്ഞ കുടക് സ്വദേശി അബ്ദുൾ നാസറിനും കേരളത്തിൽ 3 വർഷത്തോളം കഴിയാൻ പ്രാദേശിക സഹായങ്ങൾ ലഭിച്ചതായാണ് സൂചന. കേസിൽ കേരളമടക്കം 16 ഇടങ്ങളിൽ 2024 ഡിസംബറിൽ NIA റെയ്ഡുകൾ നടന്നിരുന്നു. എറണാകുളം ജില്ലയിലും പരിശോധനകൾ നടന്നെങ്കിലും അബ്ദുൾ നാസറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ജനം, കൊച്ചി.